ഓ, അപ്പൊ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ആ അതെ. എന്നാ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇത്രയൊക്കെ പോരെ? മതി. എപ്പോഴാ ഇത് പത്രത്തിൽ വരുന്നത്? എത്രയും പെട്ടെന്ന്, ചിലപ്പോ നാളെ തന്നെ. താങ്ക് യു മാഡം. അച്ഛാ, ഈ സൈറ്റിൽ പോയില്ലേ? ഇല്ല. എന്താ? മനസമാധാനം വേണ്ടേ? അവള് നമ്മൾ നാണം കെടുത്തിട്ട് അടങ്ങുന്ന തോന്നുന്നു. അച്ഛനിത് കണ്ടോ? നീലിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് വേദയുടെ വരെ അടിച്ചു വന്നിരിക്കുന്നേ നോക്ക്. ഇത് അവള് കൊടുത്ത ഇന്റർവ്യൂ ആണല്ലോ. അത് തന്നെയാ പറയുന്നേ. അവള് മനഃപൂർവ്വം ചെയ്യുന്നതാ ഇതൊക്കെ. അതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? എന്താ? എന്തുപറ്റി? അമ്മയുടെ മോളിലെ വേദ, അവള് കഴുത്തിൽ താലി കെട്ടിയത് ഗിരിയാണെങ്കിലും മനസ്സിൽ ഇപ്പോഴും നീല് തന്നെയാ. നീലിനൊരു സിനിമാ താരമായി വാർത്തെടുത്തതേ അവളാണത്രേ. നാണോ ഇല്ലല്ലോ അവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ, അതും പത്രക്കാരോട്. എവിടെ? നോക്ക്. അല്ല, പത്രക്കാർക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? ഏയ്, ഒന്നുമല്ല. ഇങ്ങനെ പോവാനാണ് അവളുടെ പ്ലാനെങ്കിൽ അധികകാലം അവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കല്യാണം കഴിഞ്ഞാലെങ്കിലും നന്നാവൂന്ന് ഞാൻ വിചാരിച്ചു. ആ ആഗ്രഹവും വെറുതെയായി. അവൾക്കൊരു അബദ്ധം പറ്റിയതാവും. ഇങ്ങനെയാണോ അബദ്ധം പറ്റുന്നത്? ഇത് ഗിരി വായിച്ച അവൻ എന്തു തോന്നുന്നു അവളെ പറ്റി? ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അവൾ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനഃപൂർവ്വം ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണം, അതാ അവളുടെ ലക്ഷ്യം. ഞാനൊരു കാര്യം പറഞ്ഞ അച്ഛനും അമ്മയും കേൾക്കോ? ഇതിനെ ചൊല്ലി എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ അതിൽ ഇടപെടരുത്. അവളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം അവളായിട്ട് എന്നെ തീർക്കട്ടെ. അതത്രേ ഉള്ളൂ. അവളെന്താ ഇങ്ങനെ? നമുക്ക് അവളെ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോയാലോ? അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. നശിക്കാനും നശിപ്പിക്കാനും വേണ്ടി ജനിച്ചവളാ അവള്. ദൈവം വിചാരിച്ചാൽ പോലും ഇനി അവളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തേലും ചെയ്യട്ടെ, അല്ലാതെ എന്ത് പറയാനാ? നമുക്ക് അവിടം വരെ ഒന്ന് പോയാലോ മോനെ? അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇതേ നീലിനെയും ഗിരിയും ബാധിക്കുന്ന വിഷയം. ഇത് അവരെന്നെ തീർക്കട്ടെ. അവരാ തീർക്കേണ്ടേ. ആരോട് ചോദിച്ചിട്ടാ നീ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തത്? ലൊക്കേഷനിൽ നീ വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. എന്റെ ഭാര്യ ദേ ഇവളാ, അല്ലാതെ നീയല്ല. ലൊക്കേഷനിൽ നീ വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. എന്റെ ഭാര്യ ദേ ഇവളാ, അല്ലാതെ നീയല്ല. എന്നെ കുറിച്ച് പത്രക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവള് പറഞ്ഞോളൂ. അതിനുള്ള അവകാശം നിനക്കില്ല. മനസ്സിലായോ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് ഈ പത്രത്തിൽ അച്ചടിച്ചു വന്നിരിക്കുന്നത്? എന്നെ നടനാക്കി മാറ്റുന്നതില് നീ എന്ത് ത്യാഗം സഹിച്ചു എന്നാ? പഴയതൊന്നും നീല് മറക്കരുത്. നമ്മള് പ്രേമിച്ച് നടന്നിരുന്ന കാലത്ത് ഞാനല്ലേ നീലിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നത്? എന്ത് സഹായം? സ്വാതി ഇവിടെ നിൽക്കുമ്പോ അതൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിനക്കുണ്ടാവില്ല. നീ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണല്ലോ വന്നത്. ഞാൻ പക്ഷെ അങ്ങനെയല്ല. എനിക്ക് സംസ്കാരം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതെ, വീണ്ടും തുടങ്ങിയോ വഴക്ക്? വഴക്കല്ലമ്മേ, എന്നെ മനഃപൂർവ്വം അപമാനിക്കാനായിട്ടുള്ള പരിപാടിയാ
ഇവിടെ ചെയ്തു വെക്കുന്നത്. ദാ ഇത് കണ്ടോ, ഇതിൽ അച്ചടിച്ച് വന്നിരിക്കുന്നത് ഇവളെന്റെ ഭാര്യയാണെന്ന്. എന്താ വേദ ഇത്? ഹ, ഞാൻ എന്ത് ചെയ്യാനാ? ഞങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ആ പത്രക്കാരിക്ക് ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നിയത് എന്റെ തെറ്റാണോ? അല്ലെങ്കിലും ചെറിയൊരു പിഴവ് പറ്റിയില്ലായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതായിരുന്നല്ലോ. മതി പറഞ്ഞത്. ആർക്കു പറ്റിയ തെറ്റാണെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഗിരി അറിഞ്ഞ നിന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്ത് വിചാരിച്ചാലും എനിക്കെന്താ? ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഗിരിയെ. താലി കെട്ടിയെന്നേ ഉള്ളൂ. എനിക്ക് അയാളെ ഭർത്താവായിട്ടൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇനി പറ്റൂന്നും തോന്നുന്നില്ല. പിന്നെ എന്തിനാ നീ ഇവിടെ കഴിയുന്നത്? ഇറങ്ങി പൊയ്ക്കൂടെ? പോവും. ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ല ഞാൻ. എന്റെ ജോലി തീരുമ്പോ നിങ്ങൾ ആരും പറയാതെ തന്നെ ഞാൻ പോവും. ജോലി എന്ന് നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നിനക്ക് നിരാശപ്പെടേണ്ടി വരും. കാണാം. കാണാനൊന്നുമില്ല, അങ്ങനെ വരൂ. നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? വെറുതെ ഓരോന്ന് ഏറ്റുപിടിക്കാൻ നിന്നാലുണ്ടല്ലോ. നിന്നാ നീ എന്ത് ചെയ്യും? കുറെ നാളായിട്ട് സഹിക്കുന്നു. നീ ആരാന്ന നിന്റെ വിചാരം? അധികം വിളഞ്ഞാലുണ്ടല്ലോ, ആ വിളച്ചില് ഞാൻ നിർത്തും. കാണുന്നു നിനക്ക്. മോളെ വേണ്ട. നിക്ക്, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നാളെ തന്നെ ഇതിന് തിരുത്തു വന്നിരിക്കണം. അല്ലെങ്കിൽ നീ ഇതിന് വലിയ വില നൽകേണ്ടി വരും. പത്രത്തിൽ തിരുത്തു വരുത്താം, പക്ഷെ വേദയുടെ മനസ്സിൽ വരുത്താൻ പറ്റില്ലല്ലോ. ആദ്യം അതാ മാറ്റേണ്ടത്. എങ്കിലേ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കൂ. മനഃപൂർവ്വം അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ സമാധാനം കളയണം. എത്ര പറഞ്ഞിട്ട് അവൾക്കെന്താ മനസ്സിലാവാത്തത്? അതാ എനിക്ക് പിടികിട്ടാത്തത്. യുദ്ധത്തിന്റെ കഥയൊക്കെ ഏട്ടൻ മറന്നുപോയോ? അവൾ ഇവിടെ വന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ലേ? അതൊരിക്കലും നടക്കില്ല എന്ന് അവൾക്കറിയാലോ. പിന്നെന്തിനാ അതിനുവേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അവൾക്ക് ചിലന്തിയുടെ സ്വഭാവ. എത്ര ശ്രമിച്ചാലാ ചിലന്തിക്കൊരു വല ഉണ്ടാക്കാൻ പറ്റുന്നത്? ഉണ്ടാക്കുന്നതിനിടയില് എത്ര തവണ വല പൊട്ടും. പക്ഷേ ചിലന്തി നിരാശപ്പെടാറില്ല. പിന്നെയും പിന്നെയും ശ്രമിക്കും. ഒടുവിൽ വിജയിക്കുകയും ചെയ്യും. വേദ വിജയിക്കുന്നാണോ നീ പറയുന്നേ? എന്തുകൊണ്ട് വിജയിച്ചൂടാ? ഇപ്പൊ തന്നെ അവക്ക് ഇത്രയും ചെയ്യാൻ പറ്റി. ഇനി എന്തൊക്കെ അവള് ചെയ്യും? നിനക്ക് പേടിയുണ്ടോ? പേടിയല്ല, ഒരുതരം എന്തതിന് പറയാ, ഒരുതരം അറപ്പ്, അല്ലെങ്കിൽ നാണക്കേട്, ദേഷ്യം. എന്നെ ഓർത്ത് നീ പേടിക്കേ വേണ്ട. ഞാൻ ഒരിക്കലും നീ പറഞ്ഞ വേദ എന്ന ചിലന്തിയുടെ വലയിൽ കുടുങ്ങില്ല. എനിക്കും അതറിയാം. അതാ എന്റെ ബലം, ആശ്വാസം. നാളെ തന്നെ തിരുത്തു കൊടുക്കുക അവര്. അതോടുകൂടി ഇപ്പൊ ഉണ്ടായി കൺഫ്യൂഷൻ മാറും. എന്നിൽ നടനെ ഉണ്ടാക്കിയത് അവളാണത്രേ. അവളെന്നെ ആദ്യമായിട്ട് കാണുമ്പോഴേ ഞാൻ നടനാ. അതൊന്നും ഇനി ഓർക്കണ്ട. ആരോ എന്തോ പറഞ്ഞു, അത്രയും വിചാരിച്ചാ മതി. ഒരു തരത്തിൽ നിന്നെപ്പോലൊരു ഭാര്യ ഉണ്ടായതാ എന്റെ ശക്തി. നീ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. അതൊരു ഭാഗ്യ, ഏതൊരാണിന്റെയും ഭാഗ്യം. എനിക്ക് ഈ മനസ്സ് കാണാം. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും അറിയാം. പിന്നെന്തിനാ ഞാൻ സംശയിക്കുന്നത്? ഭാഗ്യം ചെയ്തത് അങ്ങനെ നോക്കുമ്പോ ഞാനാ.
വല്ലാത്തൊരു ചതിയായിപ്പോയി എന്നോട് ചെയ്തത്. നീൽ മഹേഷിന്റെ ഭാര്യയല്ല വേദ എന്ന കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? നീൽ മഹേഷിന്റെ ഭാര്യയാണ് ഞാനെന്ന് അന്ന് പറഞ്ഞിരുന്നോ? ഇല്ലെന്നാണ് എന്റെ ഓർമ്മ. എന്നെ ഭാര്യയായിട്ട് തെറ്റിദ്ധരിച്ചത് നിങ്ങളാണ്. അത് തിരുത്തിയില്ല എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. തിരുത്താൻ തോന്നിയില്ല. തിരുത്തേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എനിക്ക് മനസ്സിലായില്ല. ഞാൻ നീൽ മഹേഷിന്റെ ഭാര്യ അല്ല എന്ന് തിരുത്തു കൊടുക്കണമെന്നാണ് നീലിന്റെ ഇപ്പോഴത്തെ ആവശ്യം, അല്ലേ? അതെ. അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക. പേടിയുണ്ടോ? പേടിക്കാതെ പറ്റോ? എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നെങ്കിൽ ചങ്കൂറ്റത്തോടെ നിൽക്കാമായിരുന്നു. ഇത് തിരുത്തു കൊടുക്കാം. അങ്ങനെ ഒരു തിരുത്തു കൊടുത്താ അത് തന്റെ എഫിഷ്യൻസി കേൾക്കുന്ന കളങ്കമായിരിക്കില്ലേ? തീർച്ചയായിട്ടും. ഓഫീസിൽ നിന്ന് മെമ്മോ ഉറപ്പാ. ആ മെമ്മോ ഒരു അഭിനന്ദന കത്ത് ആക്കുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാ എല്ലാവരും നിങ്ങളെ വാഴ്ത്തും. നീലോ നീലിന്റെ ആളുകളോ പിന്നെ ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല. തെളിച്ചു പറ. ഞാനും നീലും തമ്മിൽ പ്രേമിച്ചിരുന്നു. പക്ഷെ അത് വിവാഹത്തിലെത്തിയില്ല. അതിന് തക്കതായിട്ടുള്ള ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ സ്റ്റോറി, കഥ. ആ കഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഞാൻ ചതിക്കപ്പെട്ടതെന്ന് ലോകം അറിയട്ടെ. അല്ല, ഇനി വല്ല കുഴപ്പവും? ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ മാർക്കറ്റ് ഉയരുകയും ചെയ്യും. ആലോചിക്കാനൊന്നുമില്ല. എഴുതാൻ തയ്യാറാവുക. അതാ നല്ലത്. തയ്യാറായാ ഞാൻ പറയാനും തയ്യാറാ. ശരി, പറഞ്ഞോളൂ. ഞാൻ എഴുതാം. ഇവിടെ നെറ്റ് കിട്ടുന്നുണ്ടോ? സ്ലോ ആണ്, എന്നാലും കുഴപ്പമില്ല. അറിഞ്ഞോ പുതിയ വിശേഷം? മറ്റേ പ്രേമകഥയില്ലേ, അതിങ്ങി പുറത്തു വന്നു. ഏത് പ്രേമകഥ? നമ്മുടെ നീലിന്റെയും വേദയുടെയും. വേദയ്ക്ക് എങ്ങനെ നീലിനെ നഷ്ടമായി എന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പത്രത്തിൽ അടിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അതിനെന്താ, നീൽ ഇപ്പൊ അഭിനയിച്ചോണ്ടിരിക്കല്ലേ. ഒരു സെലിബ്രിറ്റിയുടെ ഭൂതകാലം ചികഞ്ഞു നോക്കാന്ന് ആർക്കെങ്കിലും തോന്നിക്കാണും. വേദ നീലിന്റെ ഭാര്യയല്ല, പഴയ കാമുകിയാണെന്ന വാർത്തയുടെ ഹെഡിങ്. ഇതാരും മനഃപൂർവ്വം ചെയ്യിച്ചാണല്ലോ. സംശയം എന്താ? ചെയ്യിച്ചത് വേറെ ആരുമല്ല, വേദ തന്നെയാ. അവള് മൊത്തമായിട്ട് കലക്കാനുള്ള പരിപാടിയാ. അവൾക്ക് ഇതെന്തിന്റെ കേടാ? അവള് ഗിരിയുടെ ഭാര്യയല്ലേ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടതിന് പകരം കലക്കാൻ പോകുന്നു. കലക്കുമ്പോ ആദ്യം കലങ്ങുന്നതേ സ്വന്തം ജീവിതം തന്നെ ആയിരിക്കും. അത് അവൾക്ക് മനസ്സിലായിക്കോളും. അമ്മേ, ഈ ചാവേറെന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പോലും കളയാൻ മടിയില്ലാത്തവരെയാ ചാവേറെന്ന് വിളിക്കുന്നത്. വേദ ഒരു ചാവേറ എന്ന് വച്ചാ ആ വീടും അവിടുത്തെ താമസക്കാരും നശിക്കുമ്പോ സ്വയം നശിക്കും. അതിലും സങ്കടമില്ലാത്തവൾ. അവളെ നയിക്കുന്നത് പകയല്ല അമ്മേ. ഇപ്പോഴും ആ പകയെ അവള് വിട്ടിട്ടില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവള് ജയിക്കാനൊന്നും പോകുന്നില്ല. സ്വാതി ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. രാഹുലേട്ടൻ ഇത് പറയുന്ന ഞാൻ പ്രതീക്ഷിച്ചു. എന്നാ കേട്ടോ, സ്വാതിയല്ല, ആരെ ശ്രമിച്ചാലും വേദയെ തടയാൻ പറ്റില്ല. അവള് രണ്ടും കൽപ്പിച്ച. സ്വാതി ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ. ആയിരിക്കാം. പക്ഷെ അവര് തമ്മിലൊരു വ്യത്യാസമുണ്ട്. വേദ തകർക്കാനാ ശ്രമിക്കുന്നത്, സ്വാതി നിലനിർത്താനും. തകർക്കാനാണോ എളുപ്പം, തകരാതെ നോക്കാനാണോ എളുപ്പം? അത് തകർക്കാൻ തന്നെയാ. ആണല്ലോ. അപ്പ അതിന്റെ ആനുകൂല്യം വേദയ്ക്ക് കിട്ടും. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന. ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ഗിരിയും വേദയും ഉടനെ പിരിയും. അതോടെ എന്റെ സമയവും തെളിയും. ഇവളിതെന്തു ഭാവിച്ച?
നടക്കാത്ത കാര്യങ്ങളെ കുറിച്ചേ ചിന്തിക്കൂ. പേടിക്കണ്ട വല്യമ്മേ, ഒന്നും നടക്കില്ലെന്ന് കുറച്ച് കഴിയുമ്പോൾ താനേ അവർക്ക് മനസ്സിലായിക്കോളും. അപ്പോ നമ്മൾ പറഞ്ഞ അനുസരിച്ചോളൂ. ഇതാണോ തിരുത്ത്? ഇങ്ങനെ തിരുത്തി കൊടുക്കുന്നതാണോ നിന്നോട് ഞാൻ പറഞ്ഞത്? നീൽ മഹേഷ് എന്ന നടനെ സൃഷ്ടിച്ചത് ഞാൻ. ഭർത്താവല്ലാന്ന് തിരുത്തി കൊടുക്കാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണോ അവരെഴുതിയത്? ഇതിന് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ പ്രയോജനം? ഞാനല്ലല്ലോ ഇത് എഴുതിയത്. പിന്നെ ഈ വിവരങ്ങളൊക്കെ അവർക്ക് എങ്ങനെ കിട്ടി? നീലുമായിട്ട് പ്രേമിച്ച് നടന്നതും കല്യാണം നടക്കാത്തതും ഒക്കെ അവരെങ്ങനെ അറിഞ്ഞത്? എനിക്കെങ്ങനെ അറിയാം? ജേർണലിസ്റ്റ് അല്ലേ, കണ്ടുപിടിക്കാനാണോ പ്രയാസം? നീ പറഞ്ഞു കൊടുത്തതായിരിക്കും. അതെ, ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാ. ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിലെഴുതിയിരിക്കുന്നത് മുഴുവൻ സത്യമാ. അല്ലെങ്കിൽ നീല് പറയട്ടെ, നീല് പത്രസമ്മേളനം നടത്തി നിഷേധിക്കട്ടെ. എനിക്ക് മനസ്സിലായടി നിന്റെ ലക്ഷ്യം എന്താണെന്ന്. നീലിന്റെ സിനിമ കരിയർ നശിപ്പിക്കണം. ഒരിക്കലുമില്ല. കരിയർ നശിപ്പിക്കാനായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാം. മാത്രവുമല്ല, എന്റെ കുറെ കാശ് ആ സിനിമയിൽ കിടക്കുമ്പോ നിങ്ങൾ പറഞ്ഞ പോലൊരു മണ്ടത്തരത്തിന് ഞാൻ തയ്യാറാവോ? സ്വയം ന്യായീകരിക്കണ്ട. എത്ര ശ്രമിച്ചാലും നിനക്കതിന് കഴിയില്ല. നീൽ മഹേഷിനെ നടനാക്കിയത് നീയാണത്രേ. നാണയില്ലല്ലോ നിനക്കത് പറയാൻ. നീയുമായിട്ട് അടുപ്പം വന്നതുകൊണ്ട് കുറെ അവസരങ്ങൾ നഷ്ടമായതല്ലാതെ വേറെ എന്ത് സംഭാവനയാടി നീ നീലിന് കൊടുത്തത്? അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. മനസ്സിലാവേണ്ടവർക്കെല്ലാം മനസ്സിലാവും. നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയാ ആ അഭിമുഖം. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ? താലി കെട്ടിയെന്നല്ലേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ രണ്ടാളും രണ്ട് വ്യക്തികളാ. ഞാൻ ആരോടും ചോദിക്കാനോ പറയാനോ വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ടും അതിന് ശ്രമിക്കണ്ട. നീ കുറിച്ചിട്ടോ. കാര്യങ്ങളുടെ പോക്ക് ഈ നിലയിലാണെങ്കിൽ എന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ മരണം. ഒന്ന് പോടോ, കൊല്ലാൻ പോകുന്ന ഒരാള്. താൻ എന്നെ ഓരോന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. എന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും തനിക്ക് കഴിയില്ല. പിന്നെയല്ലേ കൊല്ലുന്നത്. താൻ ഒരു കാര്യം കുറിച്ചിട്ടോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. തനിക്ക് ചെയ്യാൻ പറ്റുന്നത് താൻ ചെയ്യും. നീലേ, നീ പറ്റില്ലെന്ന് പറയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേദ. അവൾക്ക് ഈ വീട് നശിപ്പിക്കണം. അതറിയാവുന്ന സ്ഥിതിക്ക് നമ്മളായിട്ട് എന്തെങ്കിലും തിരിച്ചു ചെയ്തില്ലെങ്കിൽ നാളെ ഒരിക്കൽ അതോർത്ത് സങ്കടപ്പെടേണ്ടി വരും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക. അതേ ഉള്ളൂ ഇതിനൊരു പോംവഴി. അങ്ങനെ ചെയ്താ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും? എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ. നമുക്ക് മനസമാധാനത്തോടു കൂടി കഴിയണമെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്തേ പറ്റൂ. നിന്റെ അഭിപ്രായം എന്താ? ഒരു പെണ്ണിന്റെ ഭാവിയുടെ കാര്യ കെട്ടുകഴിഞ്ഞ മാസം 1 തികയുന്നതിന് മുമ്പ് ഭർത്താവ് വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിയ ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റില്ല. ഒരു പെണ്ണിന്റെ ഭാവിയുടെ കാര്യ കെട്ടുകഴിഞ്ഞ മാസം 1 തികയുന്നതിന് മുമ്പ് ഭർത്താവ് വീട്ടിൽ തിരിച്ചുകൊണ്ടാക്കിയ ഒരു പെണ്ണിനും അത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ വേദയുടെ കാര്യത്തിൽ ഇനി അത് നോക്കണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. നീ പറയുന്നതിലും കുറെ ശരികളുണ്ട്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ.
ഈ വീടിന്റെ ഭദ്രത തകർക്കാനാ വേദ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് കഴിയുമ്പോഴും അവളെല്ലാം അവസാനിപ്പിക്കുമെന്ന് നമ്മൾ കരുതുന്നത് വെറുതെ. ഇനി നമ്മൾ പ്രതികരിക്കാതിരുന്നാ അത് നമ്മുടെ കഴിവുകേടായിട്ട് മാറും. കുറച്ചു ദിവസം സ്വന്തം വീട്ടിൽ പോയി നിന്ന് കഴിയുമ്പോ വേദയുടെ മനസ്സ് മാറുമെങ്കിൽ അവള് തിരിച്ചു വന്നോട്ടെ. അത് തന്നെ എന്റെയും തോന്നല്. ഒരസുഖം അതിന്റെ തുടക്കത്തിലെ ചികിത്സിച്ചാൽ സുഖപ്പെടുത്താൻ പറ്റും. വൈകിയാൽ അത് മരണത്തിന് പോലും കാരണമാവും. വേദ അതുപോലൊരു അസുഖമാണ്. ഏട്ടാ, ഞാൻ പറയുന്നത് ആലോചിക്കാനൊന്നുമില്ല. നമ്മുടെ മുമ്പില് ഇതല്ലാതെ വേറെ വഴിയില്ല. വേദ അവള് സമ്മതിക്കോ? ആ കാര്യം എനിക്ക് വിട്ടേക്ക്. അതോർത്ത് നിങ്ങളൊന്നും തല പോയിക്കണ്ട. നിങ്ങൾ അനുവാദം എനിക്ക് വേണ്ടിയിരുന്നത് അത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പാവം വേദയുടെ വീട്ടുകാര് അവരിതെങ്ങനെ സഹിക്കും?